ഇറാഖ് യുദ്ധം കൊടുമ്പിരി കൊണ്ടുനിൽക്കുന്ന സമയത്ത് ബാഗ്ദാദ് വെച്ചിട്ട് അമേരിക്കൻ്റെ 16 അംഗങ്ങളടങ്ങുന്ന മിലിറ്ററി ഡെമൊലേഷൻ ടീമിനെതിരെ ഒരു സ്നൈപ്പർ ആക്രമണം നേരിടേണ്ടി വന്നു. അതിൽ 6 മിലിറ്ററി അംഗങ്ങൾ സ്പോട്ടിൽ തന്നെ മരിക്കേണ്ടായി. മരിച്ച 6 പേരും ബോഡി ആർമർ ധരിച്ചിരുന്നെങ്കിൽ കൂടി ഫിസിക്കൽ മൊബിലിറ്റിക്ക് വേണ്ടി ബോഡി ആർമറുകളിൽ ഉണ്ടാവുന്ന 2-3 സെന്റിമീറ്റർ അളവിലുള്ള ഗ്യാപ്പുകളിലൂടെയായിരുന്നു ആ സ്നൈപ്പറിന്റെ ബുള്ളറ്റുകൾ തുളഞ്ഞു കയറിയത്. കാൽക്കുലേഷൻ പ്രകാരം 3000 മുതൽ 4000 മീറ്റർ ദൂരത്തു നിന്നായിരുന്നു ഈ സ്നൈപ്പറിന്റെ അറ്റാക്ക്. ഇത്ര ആക്യുറസിയിൽ കാൽക്കുലേറ്റഡ് ഷോട്ടുകൾ എടുക്കാൻ പറ്റിയ ഒരു മിലിറ്ററി ഏജ്ഡ് കൈ പോലും ഇറാഖിന്റെ മിലിറ്ററി ഡാറ്റയിൽ അമേരിക്കയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും അമേരിക്കൻ ട്രൂപ്പിനെതിരെ ഇതേപോലെ ഇതേ സെയിം പാറ്റേണിൽ അറ്റാക്കുകൾ സംഭവിച്ചു. ഹോംലാൻഡ് പ്രൊട്ടക്ഷൻ ഓർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ കിരീടം വെക്കാത്ത രാജാവായി ഈ സ്നൈപ്പർ. അവരവനെ ജൂബ എന്ന് വിളിച്ചു. അതിനുശേഷം ബാഗ്ദാദിന്റെ മറ്റൊരു പ്രവിശ്യയിൽ 8 ആളടങ്ങുന്ന ഒരു ബോംബ് ന്യൂട്രലൈസിംഗ് ടീമിനെതിരെ അറ്റാക്ക് സംഭവിച്ചു. സ്പോട്ടിൽ 7 ആളെ വെടിവെച്ചു കൊന്നു. ബാക്കി വന്ന ഒരാളെ കൊണ്ട് ക്വിക്ക് റിയാക്ഷൻ ഫോഴ്സിനെ റീകോൾ ചെയ്യിപ്പിച്ചു. ഇവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വന്ന ക്വിക്ക് റിയാക്ഷൻ ഫോഴ്സിലെ 3 ആളെ വെടിവെച്ചു കൊന്നു. ഇത്രയധികം പടക്കോപ്പുകളും സെറ്റപ്പുകളും അമേരിക്കൻ മിലിറ്ററിനെ ജൂബ മുൾമുനയിൽ നിർത്താൻ തുടങ്ങി. ഇറാഖ് യുദ്ധത്തിൽ ഫേമസ് ആയ അമേരിക്കന്റെ പല സ്നൈപ്പറുകളും ഇയാളെപ്പറ്റി പറയുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ ദർ ഈസ് നോ എവിഡൻസ് ജൂബേനെ കൊന്നതായിട്ടോ ക്യാപ്ചർ ചെയ്തതായിട്ടോ. 3 വർഷം കൊണ്ട് അമേരിക്കൻ മിലിറ്ററിയുടെ ഡാറ്റ പ്രകാരം 650 അമേരിക്കൻ സോൾജേഴ്സിനെ ജൂബ കൊന്നിട്ടുണ്ട്. $40,000 ഹെഡ് ബൗണ്ടി വെച്ചതിന് ശേഷം അമേരിക്കൻ മിലിറ്ററി അയാൾക്ക് വേറൊരു പേര് നൽകി, ദ ഏഞ്ചൽ ഓഫ് ഡെത്ത്. ഹോളിവുഡ് സിനിമകളിൽ അമേരിക്കൻ സ്നൈപ്പർ, ദ വാള്, ജൂബ ഇങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ ഈ പ്രമേയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ശക്തിയായിട്ടുള്ള അമേരിക്കനെ ഇങ്ങനെ വിറപ്പിച്ച മറ്റൊരു ക്യാരക്ടർ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു രാജ്യത്തിനെ ഇമാതിരി വിറപ്പിക്കണമെങ്കിൽ അയാളുടെ സ്കിൽ ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20 ദിവസം മണ്ണിൻ്റെ ചളിയിൽ പൂണ്ട് കിടന്നുകൊണ്ട് 16 നേവി സീൽസിനെ കൊന്നൊരു കഥയുണ്ട്. അത് സത്യമാണോ ഡാറ്റ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് അത്ര വിശ്വസനീയമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് യുദ്ധക്കഥകൾ വിടാം. തൻ്റെ ജീവിതം 60% കടലിൻ്റെ 2000 അടിയിൽ താഴെ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്, സ്പേം വെയിലുകൾ. സ്പേം വെയിലുകളെ കുറിച്ചാണ് ഏറ്റവും മിനിമം ഇൻഫർമേഷൻ നമുക്കുള്ളത്. കാരണം അത്രയും അടിയിൽ പോയി അവ എങ്ങനെ ഹണ്ട് ചെയ്യുന്നത്, അവ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ വളരെ കുറവാണ്. എനിക്ക് സ്പേം വെയിലിനെ പറ്റിയല്ല പറയാനുള്ളത്. അത് ഇഷ്ടംപോലെ ഡിസ്കവറിക്കാരും ആനിമൽ പ്ലാനറ്റാരും പറയുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. നീരാളികൾ, സ്പേം വെയിലിനെ ഹണ്ട് ചെയ്യുന്ന നീരാളികൾ, അതായത് അത്രയും വലിപ്പമുള്ള നീരാളികൾ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അടുത്ത അതിൽ ഞാനതാ പറയാൻ പോകുന്നത്. ഫോളോ മീ ഫോർ മോർ.